ഇതാണ് ഇപ്പൊ പുതിയതായിട്ട് ഒന്ന് രംഗപ്രവേശനം ചെയ്തണല്ലോ. പരസ്യമായിട്ട് രംഗത്തില്ലെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നല്ല പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന റിയാസ് അഹമ്മദ് ഗോഹിർ ഷാഹി എന്ന ആളുടെ കള്ളത്വരീഖത്ത്, ദിക്ർ ഖൽബ്, യഥാർത്ഥ തസവുഫ്, ഖുർആന്റെ ഉൾസാരം അറിയുന്നവർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലുള്ള അലിഫ് ലാം മീം എന്നുള്ളതിന്റെ ഉൾസാരം, അലിഫ് അല്ലാഹ്, ലാമ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മീമ് മുഹമ്മദ് റസൂലുള്ളാഹ്. അലിഫ് ലാം റാ എന്ന് പറഞ്ഞാൽ അലിഫ് അല്ലാഹു, ലാമ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മീമ് മുഹമ്മദ് റസൂലുള്ളാഹ്, റാ റിയാസ് അഹമ്മദ് ഗോഹിർ ഷാഹി. ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന കള്ളത്വരീഖത്ത്. അപ്പൊ എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക. ഇവരെ ചട്ടിമ്പാത്രം കുടിക്കും കൈക്കോട്ടും പിക്കാസും ചേർത്തും നൂലും പായും ഒന്നും ഉണ്ടാവില്ല. ഇവരെ ഉള്ളിൽ കൂടെയാണ് പരിപാടി. അപ്പൊ നമ്മളെ കുടുംബ ഗ്രൂപ്പുകളിലൂടെയും മറ്റൊക്കെ ഇവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്കുകൾ ഇങ്ങനെ വരും. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. മഹാന്മാർ അവർ സഞ്ചരിച്ച റൂട്ടായ ത്വരീഖത്തിന്റെ പേരിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 90% പഴച്ചതും അല്ലെങ്കിൽ ആളുകളെ പഴപ്പിക്കുന്നതുമാണ്. ഇത് വളരെ വ്യക്തമായ ഒരു സത്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദരങ്ങളെ, ഈ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ലഘുവായി നമ്മൾ കണ്ടിട്ട് കണ്ടീന്റെ പിന്നിലൊക്കെ പോയി ചാടണ്ട. മറിച്ച് എന്ത് വേണം? ഈ ത്വരീഖത്തിൽ കുടുങ്ങിയവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എതിർക്കണില്ല. നിങ്ങൾ നല്ല ബുദ്ധിയിൽ ഷെയ്ഖിൽ നിന്ന് വല്ലതും കിട്ടണം എന്ന് വിചാരിച്ച് കൂടിയവരാണെന്നറിയാം. പക്ഷേ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോയി. ഞാൻ ഒരു ത്വരീഖത്തിന്റെ പേരും ഇവിടെ പറയുന്നില്ല. പക്ഷേ എന്റെ സഹോദരങ്ങളെ, ത്വരീഖത്തിന്റെ ശൈലിയും കാര്യവും നിങ്ങൾക്ക് നിങ്ങളെ ശൈഖിനെ കുറിച്ച് അറിയാലോ. നിങ്ങളെ മനസ്സിനോട് നിങ്ങൾ ചോദിക്കുക, അയാൾ അഖീദയുടെ നിയമങ്ങൾ മുഴുവനും അറിയുന്ന ആളാണോ? അയാൾക്ക് ഫിഖ്ഹിന്റെ നിയമങ്ങൾ അറിയാമോ? അയാൾക്ക് തസവ്വുഫിന്റെ നിയമങ്ങൾ അറിയാമോ? അല്ലെങ്കിൽ അയാൾക്ക് ഇന്ന കാര്യങ്ങൾ അറിയാമോ എന്ന് നിങ്ങൾ ചോദിക്കുക. ഉണ്ട് എന്നാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതെങ്കിൽ, ശൈഖ് ശരിയാണെന്ന് തോന്നുന്നുവെങ്കിൽ അതിനെ നമ്മൾ ആക്ഷേപിക്കുന്നില്ല. അതേ സമയത്ത് ശരീഅത്തിന്റെ നിയമങ്ങളെ വലിച്ചു കീറുന്നത് നിങ്ങൾ കണ്ടിട്ടും നിങ്ങൾ പ്രശ്നമാക്കാതെ കൂടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തന്നില്ലെന്ന് പറയണ്ട. അത് കള്ളത്വരീഖത്ത് തന്നെയാണ്. അതിന്റെ പിന്നാലെ പോയാൽ ആഖിറം നഷ്ടപ്പെടും കേട്ടോ. അതുകൊണ്ട് അവസാനത്തെ ഒരു ഉപദേശം, ത്വരീഖത്തും ഹഖീഖത്തും ശരീഅത്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പള്ള ശരീഅത്തിലൊന്ന് കർശനായി ജീവിക്കുക. സ്വാലിഹീങ്ങളോടൊക്കെ നമുക്കൊന്ന് കൂടി പെരുമാറുക. അതാപ്പ നമുക്ക് നല്ല വഴി. ത്വരീഖത്തിന്റെ ശൈഖിനെ നോക്കി നിങ്ങൾ പോകുമ്പോഴേക്ക് കാലം കഴിഞ്ഞു പോകും. പറഞ്ഞാ കേൾക്കണ ഒറ്റൊന്നും അണികൾ ഉണ്ടാവൂല. പച്ച തോന്നിയാസം മാത്രം തൊള്ളക്കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. നമ്മളെ കുട്ടികൾ നമ്മളുമായി ബന്ധപ്പെട്ട അഹ്ല് ഒരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് പോകാതെ അതേ ചെയ്യൂ. ഇവനൊക്കെ കഴുത എന്ന് വിളിച്ചാൽ മതിയോ? അങ്ങനെയാണോ അതിന്റെയൊക്കെ മനസ്സിലാക്കേണ്ടത്? പറഞ്ഞാ കേൾക്കണ ഒറ്റൊന്നും അണികൾ ഉണ്ടാവൂല. പച്ച തോന്നിയാസം മാത്രം തൊള്ളക്കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. തൃശൂർ സമ്മേളനത്തിൽ ഇവരുടെ നേതാവ് സുലൈമാൻ സഖാഫി മാളിയേക്കൽ എന്ന് പറയുന്ന പരമവിട്ടി മജ്മുഅുൽ ഫുസാക്കിലെ ഒന്നാമത്തെ ആൾ എന്ന് ഞങ്ങൾ പറയാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. പറഞ്ഞാ കേൾക്കണ ഒറ്റൊന്നും അണികൾ ഉണ്ടാവൂല. പച്ച തോന്നിയാസം മാത്രം തൊള്ളക്കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. ഇന്നിപ്പോ എന്നോട് ചെറുപ്പക്കാരൻ പറയാണ്, എന്റെ വീട്ടിലുള്ള പശു, ആ പശു വല്ലാതെ കരഞ്ഞെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ അണ ചേരണം. അങ്ങനെ ചേരേണ്ട സമയം വന്നാൽ സാധാരണ ഇപ്പൊ മൃഗാശുപത്രിയിൽ കൊണ്ടുവരാണ്, അത് സുലൈമാന്റെ അടുത്ത് കൊണ്ടുപോയാൽ മതിയാവുമോ? പറഞ്ഞാ കേൾക്കണ ഒറ്റൊന്നും അണികൾ ഉണ്ടാവൂല. പച്ച തോന്നിയാസം മാത്രം തൊള്ളക്കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. വളവള പറയുന്ന വളിഞ്ഞ ന്യായവുമായി വരുന്ന ഇളിയൻ അനന്തരാവകാശികൾ എന്ന് പറയുന്ന ഈ ഇബ്ലീസിന്റെ അനന്തരാവകാശികളായ ഇത്തരം പണ്ഡിതന്മാർ ഇന്ന് സമൂഹത്തിന് നൽകുന്ന സന്ദേശം. പറഞ്ഞാ കേൾക്കണ ഒറ്റൊന്നും അണികൾ ഉണ്ടാവൂല.
പച്ച തോന്നിയാസം മാത്രം തൊള്ളയിൽ കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. എന്നിട്ട് അയാൾക്ക് എല്ലാ ഊടും പാവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാള് ഈ നാമ്പേച്ചിക്ക് മുട്ടിപ്പടി കൂട്ടുകാരമായി ഇയാൾക്ക് മുട്ടിപ്പടി കൂട്ടായിട്ട് അവിടെ വേറെ ഒരു മുട്ടിത്തങ്ങളും. പറഞ്ഞാ കേൾക്കണ ഒരൊറ്റൊന്നും അണികൾ ഉണ്ടാവില്ല. പച്ച തോന്നിയാസം മാത്രം തൊള്ളയിൽ കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. നമുക്ക് കാണേണ്ടതുണ്ട്. നേരിട്ട് തന്നെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ രൂപത്തിലുള്ള കള്ള ആരോപണങ്ങളുമായി നിങ്ങൾക്ക് മുന്നേറാൻ കഴിയില്ല. ഈ രൂപത്തിലുള്ള തമ്മാടിത്തരൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ പേരെന്താണ്? അതാണ് അമ്പിയാക്ക അനന്തരക്കാർ. ഇതിലൊക്കെ പാണ്ഡന്മാരെന്ന് പറയാം, പണ്ഡിതനുമല്ല. പറഞ്ഞാ കേൾക്കണ ഒരൊറ്റൊന്നും അണികൾ ഉണ്ടാവില്ല. പച്ച തോന്നിയാസം മാത്രം തൊള്ളയിൽ കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. ആ അരയില് മൂപ്പര് അരയില് അരിഷ്ടക്കുപ്പില്ലാത്ത നിങ്ങളെ ഭാഗ്യം. ഇല്ലെങ്കി ഇപ്പൊ ആ വേങ്ങര മുഖാമുഖത്തിൽ എത്ര ശുഹതാക്കൾ ഉണ്ടായിരുന്നു. ഇപ്പുറത്ത് അലവി ശുഹദാ, ഇപ്പുറത്ത് വാളക്കുള ശുഹദാ, ആകെ ശുഹതാക്കളാവും. ആളും ഇരിങ്ങല്ലൂരാണ്. പറഞ്ഞാ കേൾക്കണ ഒരൊറ്റൊന്നും അണികൾ ഉണ്ടാവില്ല. പച്ച തോന്നിയാസം മാത്രം തൊള്ളയിൽ കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. നമ്മളെ ഇനി ഞാനതൊന്ന് നോക്കുകയാണ്. ആരെങ്കിലും ഉണ്ട്? ഒന്ന് മൂപ്പര് തന്നെ, തനി കള്ളം തന്നെ, വിശ്വസിക്കാൻ കൊള്ളില്ല. പറഞ്ഞാ കേൾക്കണ ഒരൊറ്റൊന്നും അണികൾ ഉണ്ടാവില്ല. പച്ച തോന്നിയാസം മാത്രം തൊള്ളയിൽ കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. പേരടിക്കൊന്നു കൊടുക്കുക എന്നല്ലാതെ വന്നിട്ടുണ്ടല്ലോ മദീനത്തെ പള്ളി. മദീനത്തെ പള്ളിയെ പോലെ തന്നെയാണ് ഈ പള്ളി, ഒരു സംശയവും വേണ്ട എന്നൊക്കെ ഇങ്ങനെ ഉളക്കേങ്ങ് വായിലിട്ടിട്ട് ഇങ്ങനെ കുഴഞ്ഞിട്ടൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. പറഞ്ഞാ കേൾക്കണ ഒരൊറ്റൊന്നും അണികൾ ഉണ്ടാവില്ല. പച്ച തോന്നിയാസം മാത്രം തൊള്ളയിൽ കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. ഒരു നല്ല 5 കിലോ ഇറച്ചി പേരോന്റെ വരെ കണക്കടത്തി എല്ലാം കാണാൻ ചൊറുക്കും ഉസാറൊക്കെ ഉണ്ട്. അത് എടുത്തൊക്കെ റെഡിയാക്കാൻ നോക്കുമ്പോൾ ആരോ പറഞ്ഞു അത് പന്നിയിറച്ചിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടോ. പേരോട് അദ്രാമം കഴിക്കുവോ? ആ കടയിൽ നിന്ന് പിന്നെ വാങ്ങാൻ പോവോ? കാരണം വസ്വാസായി. അത് പന്നിയാണോ പോത്താണോ എന്ന് ഈ പോത്തിനിക്ക് സംശയം വന്നാൽ പിന്നെ വരാ വൈക്ക് പോകുവോ? പറഞ്ഞാ കേൾക്കണ ഒരൊറ്റൊന്നും അണികൾ ഉണ്ടാവില്ല. പച്ച തോന്നിയാസം മാത്രം തൊള്ളയിൽ കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. മുഷാവറയിൽ 40 or 400 ആളുകളുണ്ടെങ്കിൽ പണ്ഡിത ശിരോമണികളോ അല്ലെങ്കിൽ മണ്ഡ ശിരോമണികളോ ഇത് പറഞ്ഞാ കേൾക്കണ ഒരൊറ്റൊന്നും അണികൾ ഉണ്ടാവില്ല. പച്ച തോന്നിയാസം മാത്രം തൊള്ളയിൽ കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. തലപ്പാവ് ധരിച്ച ചില ആളുകൾ സതിയന്മാർ, വഞ്ചകന്മാർ, കപടന്മാർ, ഇബ്നു ഹജർ പറയാത്ത ഇബാറത്ത് ഇബ്നു ഹജർ പറഞ്ഞു എന്ന് പറഞ്ഞ കള്ളന്മാർ, കാട്ടുകള്ളന്മാർ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. അങ്ങനെയുള്ള ഭയങ്കരം കള്ളന്മാർ, ഈ ചതിയന്മാർ ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? നമുക്ക് ഈ ജാതി തൊള്ള തോന്നി വിളിച്ചു പറഞ്ഞു ഇവരെ ഉദ്ദേശിച്ച് തന്നെയാണ് ഞങ്ങൾ മജ്മഉൽ ഫുസാഖ് എന്ന് പറഞ്ഞത് കേട്ടോ. ആണായി പിറന്നവനാണെങ്കിൽ, ജനനത്തിൽ തകരാറില്ലാത്തവനാണെങ്കിൽ എന്ത് തേങ്ങാക്കൊലടങ്ങൾ ഉപയോഗപ്പെടുത്തിയത് നിങ്ങൾക്ക് എന്താ? പറഞ്ഞാ കേൾക്കണ ഒരൊറ്റൊന്നും അണികൾ ഉണ്ടാവില്ല. പച്ച തോന്നിയാസം മാത്രം തൊള്ളയിൽ കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക.